ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയുടെ പുതിയ സിനിമ തമിഴക വെട്രി കഴകം. സിനിമയാണെന്നോ? അതെ, ആ പേരിലും ഒരു സിനിമ വരാൻ പോകുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പാർട്ടിയാണ്. വർഷങ്ങളായി വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് വിജയ് ആയിരിക്കുമോ ആദ്യം പ്രഖ്യാപിക്കുക, അതോ രജനീകാന്ത് ആയിരിക്കുമോ എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് രജനീകാന്തിൻ്റെയാണ്. രജനീകാന്ത് ഇപ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ നാളെ ഇറങ്ങും, മറ്റന്നാൾ ഇറങ്ങും, ഇങ്ങനെ പറഞ്ഞ് പല പ്രാവശ്യം തൻ്റെ ഫാൻസുകാരെ എല്ലാം വിളിച്ചു കൂട്ടി. ഏത് മുന്നണിയിൽ ചേരും, ആർക്ക് എതിരാകും, അങ്ങനെ കൈവിട്ട് കളിക്കാൻ ധൈര്യമില്ലാതിരുന്ന രജനീകാന്ത് അവസാനം രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് വെച്ചു. കാരണം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നൂലാമാലകൾ നിരവധിയാണ്. അത് വേണ്ട, താൻ അടിസ്ഥാനപരമായിട്ടൊരു നടനാണ്, അത് മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും തനിക്ക് വേണം എന്നുള്ള പക്ഷത്താണ് രജനീകാന്ത് നിന്നത്. ആ രജനീകാന്തിന് കഴിയാത്തത്, ഭാവിയിൽ എന്താകുമോ എന്തോ കഴിയാത്തത് വിജയ് സാധിച്ചിരിക്കുന്നു. വിജയ് സാധിക്കുമ്പോൾ വേറൊരു പ്രത്യേകത, വിജയ് തൻ്റെ എല്ലാ ഫാൻസിനെയും വിളിച്ചു കൂട്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വിജയിൻ്റെ പാർട്ടി ഏതു രീതിയിലുള്ളവരായിരിക്കും? കാരണം ഇവിടെ MGR കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത്, ഒരു രാഷ്ട്രീയ നേതാവാൻ സാധ്യത ഉണ്ടായിരുന്നത് രജനീകാന്തിനാണ്. ആ രജനീകാന്ത് പോലും ഭയന്ന് മാറിയ മദ്രാസിൽ വിജയെ പോലൊരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പാർട്ടിയുമായി വന്നിരിക്കുമ്പോൾ അതിന് അർത്ഥതലങ്ങൾ വേറെയാണ്. ആർക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടി, ആരുടെ കൂടെ നിൽക്കാനാണ് ഈ രാഷ്ട്രീയ പാർട്ടി എന്നൊരു ചോദ്യമുണ്ട്. അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. ആ ഉത്തരം തേടുമ്പോൾ വേറെ ഒരു വിഭാഗം പറയുന്ന ഒരു വാർത്തയുണ്ട്. വിജയെ നിരന്തരമായി, വിജയ് സിനിമകളെയും സ്ഥാപനങ്ങളെയും നിരന്തരമായി കേന്ദ്രം വേട്ടയാടിയിരുന്നു എന്നാലോചിക്കണം. ആ വേട്ടയാടിൽ നിന്ന് തൽക്കാലം വിജയ് രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ആ രക്ഷപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, കേന്ദ്രത്തിനെതിരെ തൻ്റെ സിനിമകളിലൂടെയോ തൻ്റെ പെരുമാറ്റത്തിലൂടെയോ വിജയ് എതിര് നിൽക്കുകയില്ല എന്നൊരു മൗനസമ്മതം, കുറ്റസമ്മതം പോലെ ഉണ്ടായിരുന്നു എന്നും കേട്ടുകേൾവിയുണ്ട്. അത് സത്യമോ അസത്യമോ ഇരിക്കട്ടെ, ഇവിടെ ചോദിക്കാനുള്ള DMK അവിടെ ശക്തമായ നിലയിൽ ഭരിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. BJPക്ക് അവിടെ സാധ്യത കുറഞ്ഞിരിക്കുന്നു. അവിടെയുള്ള CPIയും CPM കക്ഷികളുണ്ട്. അവിടെ കോൺഗ്രസ് ഉണ്ടെന്ന് ആലോചിക്കണം. ADMK 2 കക്ഷികളുണ്ട്. നിരവധി പാർട്ടികളുണ്ടെന്ന് ആലോചിക്കണം. വിജയകാന്ത് മരിച്ചതോടുകൂടി ആ പാർട്ടി ഏകദേശം ഇല്ലാതായ അവസ്ഥയിലാണ്. ഇങ്ങനെ കുറേ പാർട്ടികളും ചെറുതും വലുതുമായ പാർട്ടികളുള്ളപ്പോൾ ഏകപക്ഷീയമായി പോയിക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയായി നല്ല ഭരണം കാഴ്ചകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് DMK. അതിൻ്റെ സ്റ്റാലിൻ മുഖ്യമന്ത്രി. ആ സ്റ്റാലിൻ മുഖ്യമന്ത്രി ചേർന്ന് നിൽക്കുക ഇടതുപക്ഷത്തോടാണെന്ന് ആലോചിക്കണം. അങ്ങനെ പക്ഷം നിൽക്കുമ്പോൾ വിജയിൻ്റെ നിലപാട് എന്തായിരിക്കും? വിജയ് ആരോടൊപ്പം ചേരും? DMKയോടെ മുന്നണിയിൽ ചേരുമോ? ഇടതുപക്ഷ മുന്നണിയിൽ ചേരുമോ? BJP മുന്നണിക്ക് സപ്പോർട്ട് കൊടുക്കുമോ? അതോ ADMK ചേരുമോ? എവിടെയാണ് വിജയിൻ്റെ സ്ഥാനമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെന്ന് ആലോചിക്കണം. അപ്പോഴാണ് കേൾക്കുന്നത്, ഇപ്പോൾ എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയും മത്സരിക്കുന്നില്ല, വിജയ് പാർട്ടിയും മത്സരിക്കുന്നില്ല. അത് തൽക്കാലം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. അവിടെ ചിലപ്പോൾ മത്സരിച്ചേക്കാമെന്നും പറയുന്നു. അപ്പോൾ ഇപ്പോഴില്ല. അതായത് അപ്പോൾ ഏറ്റുമുട്ടുന്നത് കേന്ദ്രത്തോടല്ല, ഏറ്റുമുട്ടുന്നത് സംസ്ഥാനത്തോടെന്ന് ആലോചിക്കണം. അത് വൃഥാവിലല്ലേ? നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, വിജയ് തനിക്ക് തന്നെ 2-3 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് ആലോചിക്കണം. ആ സിനിമകൾ പൂർത്തിയാക്കുമ്പോൾ, അതായത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന സിനിമകളൊന്ന് ദളപതി 69 അതൊരു കഥാപാത്രമാണ്. കാരണം ദളപതി 68 എന്നുള്ള കഥാപാത്രമായിട്ടിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ പൂർത്തിയാക്കാൻ കുറേ സമയമെടുക്കും. അത് കഴിഞ്ഞ് വേറെയും ചില സിനിമകളുണ്ട്. അപ്പോൾ തൻ്റെ അവസാന സിനിമ ദളപതി 69 ആണ് എന്ന്
ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ആ ദളപതി 69 എന്ന് ഷൂട്ട് ചെയ്യും, എന്ന് പൂർത്തിയാകും, എന്ന് തിയേറ്ററിൽ വരും. ആ തിയേറ്ററിൽ വരുന്ന ആ സിനിമയുടെ ആശയം എന്തായിരിക്കും? MGR സിനിമകൾ പോലെ ആയിരിക്കുമോ? വിജയിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ തുരുപ്പ് ചീട്ടാകുമോ എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പലരും പറയുന്നത് വെറുതെയാണ്. ഇത് ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പീക്ക് പീരീഡിലാണ് ശരിക്കും വിജയ് നിൽക്കുന്നത്. ആരാധകരുണ്ട്, ഫാൻസ് ഉണ്ട്, ഏതെങ്കിലും മുന്നണിയോടൊപ്പം ചേരാം. അങ്ങനെ നിന്നുകൊണ്ട് ലോകസഭാ സീറ്റ് വേണ്ടിയില്ലെങ്കിലും ലോകസഭയിൽ മത്സരിച്ച് പിന്തുണ കൊടുക്കാമായിരുന്നു എന്നടയ്ക്കും. അങ്ങനെ പിന്തുണ കൊടുക്കുന്ന ആർക്കായിരിക്കും? ഇവിടുത്തെ എന്തായാലും DMKക്ക് പിന്തുണ കൊടുക്കാൻ സാധ്യതയില്ല. പിന്തുണ കൊടുക്കുന്നത് BJPക്ക് ആയിരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നാൽ ഇന്ന് കൂടെ നിൽക്കുന്ന ഫാൻസുകാർ വിജയിൻ്റെ ഒപ്പമുണ്ടാകുമോ? അതും ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാലോചിക്കണം. 2026 മാത്രമല്ല, ഒരിക്കലും വിജയ് ഈ നിലപാടിൽ രാഷ്ട്രീയ പാർട്ടി സജീവമാക്കാൻ സാധ്യതയില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു. തനിക്ക് നേരെ വരുന്ന ബ്രഹ്മാസ്ത്രങ്ങൾക്ക് നേരെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി അത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ പിന്തുണയും BJPക്ക് ഉണ്ടാവുമെന്ന് വ്യംഗ്യം തരേണ പറഞ്ഞിരിക്കുകയാണ് വിജയ് എന്നും പറയുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇനി കാത്തിരുന്ന് കാണാനുള്ള എന്താ? 2026 2026 അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ വിജയ് എവിടെ നിൽക്കുന്നു? കാരണം വിജയകാന്തിൻ്റെ പാർട്ടി കുറേയും കൂടിയും ബെറ്ററായിരുന്നു, കുറേ സീറ്റുകൾ നേടിയ പാർട്ടിയാണ്. ഇപ്പോൾ ആ പാർട്ടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുമെന്ന് ആലോചിക്കണം. രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല, മറ്റു പലരും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, അവർക്ക് വേണ്ടിയില്ല. പിന്നെ ശിവാജി ഗണേശൻ ശ്രമിച്ചിട്ട് വിജയിക്കാത്ത ഒരു രംഗമാണ് രാഷ്ട്രീയം എന്ന് ആലോചിക്കണം. അവിടെ വിജയിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ നിലപാടുകൾ വളരെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടെ ഒരു വിഭാഗം ഫാൻസുകാർ ചേർന്ന് മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് വിജയ് എന്ന നടനാണ്, രാഷ്ട്രീയ നേതാവല്ല. ഈ പാർട്ടി വിജയിനെ സ്നേഹിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്. DMKക്കാരുണ്ട്, AIDMKക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPIക്കാരുണ്ട്, CPMകാരുണ്ട്, BJPയിലുള്ളവരുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആരാധകരാണ് ഈ വിജയ്ക്കുള്ളത്. അങ്ങനെയുള്ള വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ശരിയല്ല, ഞങ്ങൾ കുറേ പേർ നിരാകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് വിജയ് എന്ന നടനെ മാത്രമാണ്. ആ നടൻ്റെ സിനിമകൾ കണ്ടാണ് ഞങ്ങൾ ആരാധകരായത്. ആ സിനിമ കണ്ട് ആരാധകരായ ഞങ്ങൾക്ക് ജനക്ഷേമം നടത്തിയ വിജയ്ക്ക് ജനക്ഷേമം നടത്താൻ രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് തെളിയിച്ച നടനാണ് വിജയ് എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള വിജയ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഞങ്ങളെന്നും വിജയോടൊപ്പം ഉണ്ടാവണമെങ്കിൽ വിജയ് അഭിനയിച്ചു കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു ത്രിശങ്ക് സ്വർഗത്തിലാണ് വിജയ്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ഫാൻസുകാരുടെ സപ്പോർട്ട് വേണം. ഫാൻസുകാർ പല പാർട്ടിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇനി എന്തു ചെയ്യും? അതോ ഇതൊരു പ്രചരണം കൊടുത്തുകൊണ്ട് തൻ്റെ ഭാഗം സേഫാക്കി നിർത്താൻ വേണ്ടിയാണോ? തമിഴ്നാട് രാഷ്ട്രീയമാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം.